ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് നല്ല റിസൾട്ടുകൾ നമ്മളൊന്ന് അനലൈസ് ചെയ്യാം. ഇന്ന് വന്നിരിക്കുന്നതിനകത്തൊരു സ്റ്റോക്കാണ് പ്രവി സ്പെഷ്യാലിറ്റി കെമിക്കൽ ലിമിറ്റഡ്. ഓക്കെ, അതിന്റെ 13,999 കോടിയാണ് മാർക്കറ്റ് ക്യാപ്പ്, 40 സ്റ്റോക്കിന്റെ പി റേഷ്യോ. ആ സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13 16 അവിടെ നിന്ന് 22 കണ്ടിന്യൂസ് ആയിട്ട് 5 വർഷം ബെറ്റർ ROC ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ROEയും ഇതുപോലെ തന്നെ 15, 19, 26 ബെറ്റർ ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രി പീനെ കഴിഞ്ഞും കുറച്ച് കൂടുതലാണ്. എന്നിട്ടും പെഗ് റേഷ്യോ വളരെ ഫേവറുമാണ്. ഓക്കെ, 1,080 ഇൻട്രൻസിക് വാല്യൂ, ബുക്ക് വാല്യൂ 361, 3,573 സ്റ്റോക്കിന്റെ റേറ്റ് നിൽക്കുന്നത്. റിസൾട്ട് നമുക്ക് നോക്കാം. ടോപ്പ് ലൈൻ ഗ്രോത്ത് കഴിഞ്ഞ ഇയർ ഓൺ ഇയറിൽ 559 666 കോടിയായിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 132 കോടിയിൽ നിന്ന് 152 കോടിയായിട്ടുണ്ട്. 24% നിന്ന് OPM മാർജിൻ 23% ചെറിയൊരു മാർജിൻ ഒരു പ്രഷർ വന്നിട്ടുണ്ട്. പക്ഷെ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. 58 നിന്ന് നെറ്റ് പ്രോഫിറ്റ് 83 94 നിന്ന് 83 ചെറിയൊരു വ്യത്യാസം ക്വാർട്ടർ ഓൺ ക്വാർട്ടർ വന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ ഇൻവെസ്റ്റേഴ്സിനെ ഒന്ന് നോക്കാം. പ്രൊമോട്ടർ കുറച്ച് കാലങ്ങളായിട്ട് സ്റ്റേബിൾ ആണ്. FIIs അങ്ങനെ തന്നെ നിൽക്കുന്നു. വലിയ ചെറുതായിട്ട് കൂട്ടിയിട്ടുണ്ട്, വലിയ വ്യത്യാസമൊന്നുമില്ല. മ്യൂച്വൽ ഫണ്ടുകൾ കുറച്ചിട്ടുണ്ട്. പബ്ലിക്കിന്റെ കാര്യം ഏകദേശം അതുപോലെയൊക്കെ തന്നെ നിൽക്കുന്നു, പഴയ പോലെയൊക്കെ തന്നെ നിൽക്കുന്നു. എം&എം ആണ് അടുത്തത്. എം&എം നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ഡൈവേഴ്സിഫൈഡ് ഓട്ടോ സെക്ടറിൽപ്പെട്ട ഒരു കമ്പനിയാണ്. ഓക്കെ, അതിന്റെ ROC 13 14 ആകുന്നു, 15 ആകുന്നു. ROE 18 19 ആകുന്നു, 20 ആകുന്നു. ഓക്കെ, അപ്പൊ 5 വർഷം കൊണ്ട് 5 വർഷത്തെ പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റിട്ടേൺ ആണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഇൻഡസ്ട്രി PE 31, സ്റ്റോക്ക് PE 21, വളരെ ഫേവർ ആണ്. പെഗ് റേഷ്യോ 1 താഴെയാണ്. 2,422 ഇൻട്രൻസിക് വാല്യൂ, 3,283 സ്റ്റോക്ക് റേറ്റ് നിൽക്കുന്നത്. പ്രൊമോട്ടർ ഹോൾഡിംഗ് നമ്മൾ നോക്കുവാണെങ്കിൽ പ്രൊമോട്ടർ സ്റ്റേബിൾ ആണ്. FIIs കുറച്ചിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടുകാരെ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. പിന്നെ പബ്ലിക്കിന്റെ കയ്യിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുവാണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മളൊന്ന് നോക്കുവാണെങ്കിൽ L&T ഫുഡ്സ് ആണ്. L&T ഫുഡ്സിന്റെ ഫണ്ടമെന്റൽ നമ്മൾ നോക്കുവാണെങ്കിൽ 17 നിന്ന് 19 പിന്നെ 17 ROCയിൽ ചെറിയൊരു പ്രഷർ വന്നിട്ടുണ്ട്. ROE 16 16 14 ROEയിലും ചെറിയൊരു പ്രഷർ വന്നിട്ടുണ്ട്. ഇൻഡസ്ട്രി PE 19, പി റേഷ്യോ 21 നിൽക്കുന്നു. 362 ഇൻട്രൻസിക് വാല്യൂ, 397 മാർക്കറ്റ് റേറ്റ്. റിസൾട്ട് നോക്കുവാണെങ്കിൽ 265 നിന്ന് 354 നല്ല റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. OPM മാർജിൻ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. 168 നിന്ന് 183 നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയർ കൂടിയിട്ടുണ്ട്. 136 നിന്ന് 183 കൂടിയിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറും ബെറ്റർ റിസൾട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അവിടെ ഇൻവെസ്റ്റേഴ്സിനെ നോക്കുവാണെങ്കിൽ പ്രൊമോട്ടർ സ്റ്റേബിൾ ആണ്. FIs കുറച്ചിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടുകാർ അതനുസരിച്ച് കൂട്ടിയിട്ടുണ്ട്. പബ്ലിക്കിന്റെ കയ്യിൽ 2 ക്വാർട്ടറായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ലാതെ നിൽക്കുന്നു. അടുത്ത് ഇക്രയാണ്. 21 ROC 5 വർഷത്തെ 22 ഇപ്പൊ 23 ലാസ്റ്റ് വർഷം. ROE 15 16 16 72 നിൽക്കുന്നു. ഇൻഡസ്ട്രി PE കഴിഞ്ഞ് താഴെയാണ് പി റേഷ്യോ നിൽക്കുന്നത്. ഓക്കെ, കെയർ ആണ് ഇവരുടെ കോമ്പറ്റീറ്റർ കമ്പനി. 3,697 ഇൻട്രൻസിക് വാല്യൂ, 4,923 കോടിയാണ്. 4,923 അതിന്റെ റേറ്റ് ഇപ്പൊ നിൽക്കുന്നത്. 3,967 ഇൻട്രൻസിക് വാല്യൂ. ഓക്കെ, നമുക്ക് റിസൾട്ടോട്ട് പോവാം. 40 നിന്ന് 55 കൂടിയിട്ടുണ്ട്. ഇയർ ഓൺ ഇയർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 32 നിന്ന് 34 OPM മാർജിൻ കൂടിയിട്ടുണ്ട്. 43 നിന്ന് 56 ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. 53 നിന്ന് 56 ക്വാർട്ടർ ഓൺ ക്വാർട്ടർ കൂടിയിട്ടുണ്ട്. ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊമോട്ടർ സ്റ്റേബിൾ ആണ്. FII കുറച്ചിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട് ചെറുതായിട്ട് കുറച്ചിട്ടുണ്ട്. പബ്ലിക്കിന്റെ കയ്യിൽ കുറച്ച് കൂടിയിട്ടുണ്ട്. അടുത്ത് ബജാജ് ഫിനാൻസ് ആണ്. ആ സെക്ടറിലെ ഏറ്റവും വലിയ കമ്പനിയാണ്. ഓക്കെ, 11 ROC 11.38 10.87 ROCയിൽ ചെറിയൊരു പ്രഷറുണ്ട്. ROEയിലും അതുപോലെ തന്നെ 19 19 18 ഒരു ചെറിയ പ്രഷറുണ്ട്. ഇൻഡസ്ട്രി PE 20 ആണെങ്കിൽ 32 ഇപ്പോഴത്തെ പി റേഷ്യോ നിൽക്കുന്നത്. 563 ഇൻട്രൻസിക് വാല്യൂ, 1053 മാർക്കറ്റ് റേറ്റ് നിൽക്കുന്നത്. റിസൾട്ട് ഒന്ന് നോക്കുകയാണെങ്കിൽ 6,616 കോടിയിൽ നിന്ന് ഫിനാൻസിംഗ് പ്രോഫിറ്റ് 8,430 കോടിയായിട്ട് ഫിനാൻസിംഗ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. 34% ഫിനാൻസിംഗ് മാർജിൻ 36% കൂടിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 4,765 6,081 കോടിയായിട്ട് നെറ്റ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. 5,553 6,081 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ക്വാർട്ടർ ഓൺ ക്വാർട്ടറും ഇയർ ഓൺ ഇയറും തിരക്കില്ലാത്ത നല്ലൊരു റിസൾട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹോൾഡിംഗ് നോക്കുവാണെങ്കിൽ പ്രൊമോട്ടർ കയ്യിൽ സ്റ്റേബിൾ ആണ്. FIIs ചെറിയ രീതിയിൽ കുറച്ചിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടുകാർ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. പബ്ലിക്കിന്റെ കയ്യിൽ അതുപോലെ തന്നെ നിൽക്കുന്നു, വ്യത്യാസങ്ങളില്ല. AWL ആണ് അടുത്തത്. അതിന്റെ ഒരു അനാലിസിസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16 നിന്ന് 16 പിന്നെ ലാസ്റ്റ് വർഷം 18 12 മാസം ROC നിൽക്കുന്നത്. ROE 9 നിന്ന് 9.5 10.67 നിൽക്കുന്നു. ഇൻഡസ്ട്രി PEക്ക് സെയിം ആയിട്ടാണ് പി റേഷ്യോ നിൽക്കുന്നത്. പെഗ് റേഷ്യോ 1 താഴെയാണ്. ഇൻട്രൻസിക് വാല്യൂ 196 187 മാർക്കറ്റ് റേറ്റ്. അപ്പോൾ അണ്ടർ വാല്യൂ ആയിട്ടാണ് അത് നിൽക്കുന്നത്. നമുക്ക് റിസൾട്ടിലോട്ട് ഒന്ന് പോകാം. 366 കോടിയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അത് ഇയർ ഓൺ ഇയർ 693 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്.
2.1% എന്നുള്ള OPM മാർജിൻ 3.5% ആയിട്ട് കൂടിയിട്ടുണ്ട്. 238 നിന്ന് നെറ്റ് പ്രോഫിറ്റ് 350 കൂടിയായിട്ട് ഇയർ ഓൺ ഇയറും 293 നിന്ന് 350 കൂടിയായിട്ട് ക്വാർട്ടർ ഓൺ ക്വാർട്ടറും കൂടിയിട്ടുണ്ട്. അടുത്തത് ഫിലാടെക്സ് ഇന്ത്യയാണ്. നമുക്ക് അവരുടെ അവരുടെ ഫണ്ടമെന്റൽ നോക്കുകയാണെങ്കിൽ 18 ROC 5 വർഷത്തെ 14, പിന്നെ അവിടെ തിരിച്ച് കയറി ഇപ്പോൾ 17 അടുത്തേക്ക് വരുന്നു. ROE 14, 11, 12. ROയിലും ROCയിലും ചെറിയ പ്രഷർ ഉണ്ട്. എന്നാലും പെഗ് റേഷ്യോ ഒക്കെ ഇപ്പോഴും ഒന്നിൽ താഴെയാണ്. 51 ഇൻട്രൻസിക് വാല്യൂ, 68 മാർക്കറ്റ് റേറ്റ് നിൽക്കുന്നു. നമുക്ക് ജസ്റ്റ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഒന്ന് റിസൾട്ട് ഒന്ന് നോക്കാം. 68 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 79 ആയിട്ട് കൂടിയിട്ടുണ്ട്. 6 ഓപ്പറേറ്റിംഗ് മാർജിൻ 7 ആയിട്ട് കൂടിയിട്ടുണ്ട്. 41 നെറ്റ് പ്രോഫിറ്റ് 49 ആയിട്ട് കൂടിയിട്ടുണ്ട്. ഇൻവെസ്റ്റേഴ്സിനെ നോക്കുവാണെങ്കിൽ പ്രൊമോട്ടർ സ്റ്റേബിൾ ആണ്. FI ചെറിയ രീതിയിൽ കുറച്ചിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ ചെറിയ രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. പബ്ലിക്കിന്റെ കയ്യിൽ ഏകദേശം ചെറിയ രീതിയിൽ ഒന്ന് കൂടിയിട്ടുണ്ട്. എന്നാലും ഏകദേശം ഈക്വൽ ആയിട്ട് തന്നെ നിൽക്കുന്നു. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ നേരിട്ട് വന്നിരിക്കുന്ന റിസൾട്ട്. ഇനി അടുത്ത ദിവസങ്ങളിൽ വരുന്ന നല്ല റിസൾട്ടുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.